എല്ലാവർക്കും സൗമ്യാസ് വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ടർമറിക് ടീൻ്റെ റെസിപ്പി ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ഈ ടർമറിക് ടീ നമ്മുടെ ബോഡി ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനും തടി കുറയ്ക്കാനും അതേപോലെ ബെല്ലി ഫാറ്റ് കുറയ്ക്കാനൊക്കെ വളരെയധികം സഹായിക്കുന്ന ഒരു സൂപ്പർ ഡ്രിങ്കാണ്. ഇത് മാത്രമല്ല തൈറോയിഡ്, PCOS, ആർത്രൈറ്റിസ് പോലുള്ള പ്രശ്നങ്ങൾക്ക് ഇത് വളരെയധികം നല്ലതാണ്. കാരണം ഇതിൽ ധാരാളം ആൻറ്റി ഇൻഫ്ലമേറ്ററി, ആൻറ്റി ഓക്സിഡൻറ്റ്സ്, പിന്നെ ആൻറ്റി മൈക്രോബിയൽ പ്രോപ്പർട്ടീസ് എല്ലാം ഉണ്ട്. പിന്നെ ക്യാൻസർ ട്രീറ്റ്മെൻറ്റ്സിന് വരെ മഞ്ഞൾ വളരെയധികം ഫലപ്രദമാണെന്ന് ഇപ്പോൾ പുതിയ പഠനങ്ങളൊക്കെ തെളിയിച്ചിട്ടുണ്ട്. ഇതിനെല്ലാം കാരണം മഞ്ഞളിൽ അടങ്ങിയിട്ടുള്ള കുർക്കുമിൻ എന്നൊരു ഘടകമാണ്. അപ്പോൾ നമ്മൾ ഈ മഞ്ഞൾ ടീൻ്റെ റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുന്നേ എൻ്റെ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ തന്നെ ആ ബെൽ ഐക്കോണും കൂടി ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് സ്റ്റൗവിൽ. അതിലേക്കൊരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു ചെറിയൊരു പീസ് ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതിലേക്ക് ചേർക്കുകയാണ്. ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതായാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ഇഞ്ചി ഗ്രേറ്റ് ചെയ്തതായാലും കുഴപ്പമില്ല. അപ്പോൾ ഇഞ്ചി അതിലേക്ക് ചേർത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്നത് ചൂടാവണം. വെള്ളം ചെറുതായിട്ടൊന്ന് തിളച്ച് വരണം. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് ചെറിയൊരു കഷ്ണം മഞ്ഞൾ, 4 കുരുമുളക്, 4 തുളസിയിലയും കൂടി ഒന്ന് ചതച്ചിട്ട് ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു പൊടിയാണ് യൂസ് ചെയ്യുന്നത്. ഇതിൽ മഞ്ഞൾ, കുരുമുളക്, തുളസിയില ഇതെല്ലാം കൂടി ചേർത്ത് ഉണക്കി പൊടിച്ച മിക്സാണ്. അപ്പോൾ ആ മിക്സ് ഒരു ടീസ്പൂൺ ഇട്ടിട്ട് നന്നായി ഇളക്കുക. എന്നിട്ടൊന്ന് തിളയ്ക്കണം. കാരണം ഇതിൽ 1.5 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ നന്നായി തിളച്ചത് 1 ഗ്ലാസ് ആവണം. അപ്പോൾ ഞാനിത് ഓൾറെഡി ഇതുപോലെ ഇങ്ങനെ പൊടിച്ച് വെച്ചതാണ്. മഞ്ഞൾ, കുരുമുളകും തുളസി ഇലയും കൂടി ഉണക്കി പൊടിച്ചതാണ് ഇതുപോലെ. അപ്പം ഞാൻ ഇത് ഈ മഞ്ഞൾ ചായക്ക് മാത്രമല്ല, ഡേ ടു ഡേ കുക്കിങ്ങിനും ഈ മഞ്ഞൾപ്പൊടി തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ നന്നായിട്ട് ഈ മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് തിളയ്ക്കണം. അപ്പോൾ തിളയ്ക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഞാനിത് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കുകയാണ്. എന്നിട്ട് ഇതൊരു ഗ്ലാസ്സിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഒന്നുകിൽ ഫിൽട്ടർ ചെയ്തിട്ട് ഒഴിക്കാം, അല്ലെങ്കിൽ ഇത് അങ്ങനെ തന്നെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് ഇതിലേക്ക് വേറൊരു ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർക്കണം. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ കോക്കനട്ട് ഓയിലാണ് ചേർക്കുന്നത്. കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നല്ല പശുവിൻ്റെ നെയ്യ് ഉണ്ടെങ്കിൽ അതും ഉപയോഗിക്കാം. കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ പശുവിൻ്റെ നെയ്യ്. അപ്പോൾ അത് 1 ടീസ്പൂൺ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കുക. ഈ ടർമറിക് ടീയിൽ കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ നെയ്യ് ഒഴിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ മഞ്ഞൾ അടങ്ങിയിട്ടുള്ള ആ കുർക്കുമിൻ എന്ന് പറഞ്ഞ ഒരു ഘടകം നമ്മുടെ ശരീരത്തിലേക്ക് പെട്ടെന്ന് അബ്സോർബ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലൊരു ഹെൽത്തി ഫാറ്റ് അതിലേക്ക് ചേർക്കുന്നത്. കാരണം മഞ്ഞൾ ഫാറ്റ് സോല്യൂബിളാണ്. അപ്പോൾ ഒരു ഫാറ്റ് മീഡിയം ഉണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് നമ്മുടെ ലിവറിലേക്കും നമ്മുടെ വയറിലേക്കും ഇത് പെട്ടെന്ന് എത്തിച്ചേരുള്ളൂ. പിന്നെ നിങ്ങൾ ചോദിക്കാം, ഇത് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ നല്ലതായതുകൊണ്ട് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കൊടുക്കാം. ഈ മഞ്ഞൾ പൊടിയുടെ മിക്സ് നിങ്ങൾക്ക് കുട്ടികൾക്ക് പാലിൽ കലക്കിയിട്ട് കൊടുക്കാം. മധുരത്തിന് വേണമെങ്കിൽ ശർക്കരയോ അല്ലെങ്കിൽ പനം കൽക്കൊണ്ടോ ഉപയോഗിക്കാം. പിന്നെ ഈ ടർമറിക് ടീയിൽ മധുരത്തിനായിട്ട് ഒന്നും തന്നെ ഉപയോഗിക്കരുത്. ഇത് അങ്ങനെ തന്നെ കുടിച്ചാലാണ് വളരെയധികം എഫക്റ്റീവായിട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ടർമറിക് ടീൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ ഇതുപോലെ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.